याकूबियों के पत्र 3 अध्याय का 10वां कलम हम पढ़ेंगे। जैसे लिखा है, कोई धर्मी नहीं, एक भी नहीं, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സ്തോത്രം. നീതിമാൻ ആരുമില്ല, कोई भी धर्मी नहीं है, ഒരുത്തൻ പോലുമില്ലെന്നാ പറഞ്ഞു. एक भी नहीं है. അപ്പോ ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ വരെ നീതിമാന്മാരായിട്ട് ആരും ഇല്ല എന്നാണ് इस പറഞ്ഞിരിക്കുന്നത്. पृथ्वी में जब मनुष्य जन्म लिया उस दिन से आज तक एक भी धर्मी नहीं है. മനുഷ്യർക്ക് ദൈവത്തിന്റെ രക്ഷ എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് തെളിവാകുകയാണ്. इस वचन से हमें ये बात पता चलता है कि मनुष्य को परमेश्वर का उद्धार क्यों चाहिए होता है. മനുഷ്യരായി ജനിച്ച് ഒരാള് പോലും നീതിമാനില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. मनुष्य के रूपी जन्म में से एक भी व्यक्ति धर्मी नहीं है, इस समान लिखा है. മനുഷ്യരായി ഇവിടെ ജനിച്ച നമ്മളുടെ അവസ്ഥ എത്ര ഭീകരമാണെന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയേ. मनुष्य रूपी हम जो जन्म हुए हैं इस संसार में, हमारी स्थिति कितनी ही भयानक है, ये जरा सोच कर देख ले. മനുഷ്യന്റെ ഏകദേശം ഒരവസ്ഥ യെശയ്യാവ് വിവരിക്കുന്നുണ്ട്. मनुष्य का जो दशा है यशायाह नबी करीबन बता कर भी देता है. 1-ാം അധ്യായത്തില് നമുക്കത് കാണാവുന്നതാണ്. यशायाह नबी की किताब पहले अध्याय में हम देखते भी हैं. അതിന്റെ 6-ാമത്തെ വാക്യം उसका 5-6 ഒന്ന് വായിച്ചു നോക്കി. उसका 5वां और 6वां कलम जरा पढ़ के देखें. പിന്മാറുകയേ ഉള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുഴുവൻ ചതവും കൊഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ചവപ്പിച്ചിട്ടുമില്ല. बलवा कर करके क्यों अधिक मार खाना चाहते हो? तुम्हारा सिर घावों से भरा है और तुम्हारा हृदय दुख से भरा है. पांव से सिर तक कहीं भी कुछ आरोग्यता नहीं, केवल चोट और कोड़े की मार की चीख और सड़े हुए घाव है जो ना दबाए गए, ना बांधे गए, ना तेल लगाकर नरमाए गए हैं. പുഴുത്ത വ്രണമെന്നോ പഴുത്ത വ്രണമെന്നോ? പഴുത്ത വ്രണമെന്നാ എഴുതിയത്. സ്തോത്രം. ഒരു മനുഷ്യന്റെ ആഗമന അവസ്ഥയാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. एक मनुष्य का जो समान का स्थिति रहता है वो इन वचनों में लिख कर दिया गया है. പാപം കൊണ്ടും അതിന്റെ അധർമ്മം കൊണ്ടും തകർന്നുപോയ മനുഷ്യന്റെ അവസ്ഥയാണ് അവിടെ വിവരിക്കുന്നത്. पाप और अधर्म की वजह से मनुष्य का जो स्थिति हो चुका है उसके बारे में यहाँ लिख रखा है. തല തൊട്ട് കാല് വരെ ഒരു സുഖവും ഇല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. सिर से लेके पैर तक कोई चैन ही नहीं है. അപ്പോൾ ഈ സുഖമില്ലാത്ത മനുഷ്യന്റെ അവസ്ഥയാണ് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ और വായിക്കുന്നത്. इसी मनुष्य का जो स्थिति है उसको रोमी अध्याय 3 अध्याय के 10वें कलम में पढ़ते भी हैं. അത് ഇങ്ങനെയാണ്: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, वो जैसे लिखा है कि कोई धर्मी नहीं, एक भी नहीं है. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. मनुष्य परमेश्वर की खोज भी नहीं करता है. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. सब भटक गए हैं, सब के सब निकम्मे बन गए हैं. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. कोई भलाई करने वाला नहीं, एक भी नहीं है. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, और उनका गला खुली हुई कब्र है, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. और वो अपनी जबानों से छल करते हैं. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് और കീഴെയുണ്ട്. उनके होठों में सांप का विष है. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. उनका मुंह श्राप और कड़वाहट से भरा हुआ അവരുടെ है. കാല് രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. उनके पांव लहू बहाने के लिए फुतीले हैं. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. उनके मार्गों में नाश और क्लेश है. സമാധാന മാർഗം അവരറിഞ്ഞിട്ടില്ല. उन्होंने कुशल का मार्ग जाना ही नहीं है. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയവും
ഇല്ല എന്നാണ് उनकी आंखों എഴുതിയിരിക്കുന്നത്. के सामने परमेश्वर का भय भी नहीं है। യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യവും ഈ ഭാഗവും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനുഷ്യന്റെ ആകത്തുകയും സ്ഥിതിയും കിട്ടുന്നു. एशिया नबी के जो पहले अध्याय का 5वां 6ठा कलम और अब जो रोमियो में से पढ़ा, इन दोनों को जोड़ के देखें तो मनुष्य की स्थिति को हम पहचान पाएंगे। അപ്പോൾ യഹൂദനെന്നോ ജാതിയെന്നോ അല്ലെങ്കിൽ യവനനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും പാപികളെന്ന് പറയുകയാണ്. यहूदी, यूनानी या अन्य जाति, इसका कोई भेदभाव रखे बिना ये कहा जाता है कि सब मनुष्य अधर्म है, अधर्मी है। അതുകൊണ്ട് സകല മനുഷ്യർക്കും ദൈവത്തിന്റെ രക്ഷ ആവശ്യമാണ്. और इसलिए सारे मानव जाति को परमेश्वर का उद्धार जरूरत है। രക്ഷാനായകനായ യേശു ക്രിസ്തുവിനെ കൂടാതെ ഒരു മനുഷ്യനും നിത്യതയിലേക്ക് പ്രവേശിക്കുകയില്ല. उद्धारकर्ता यीशु मसीह के बिना एक भी व्यक्ति अनंतता में पहुंच ही नहीं सकता। ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നമ്മൾ യേശുവിനെ പിൻപറ്റിയിരിക്കുന്നത്. ये बातों को हमने बहुत स्पष्ट रूप से समझ लिया है, इसलिए तो हम यीशु के पीछे चलते हैं। യേശു തന്നെ 2-3 കാര്യം വിശേഷിപ്പിക്കുന്നുണ്ട്. यीशु अपने आप में ही 2-3 बातों को विशेष बताते भी हैं। യേശു പറഞ്ഞ ഒരു കാര്യം, ഞാൻ രോഗിക്ക് വൈദ്യനാണെന്ന് പറഞ്ഞു. यीशु कहता है मैं बीमारियों को वैद्य हूँ। മത്തായി 9:12 मत्ती 9:12 में लिखा है। ഞാൻ വായിച്ചു. पढ़िएगा। उसने यह सुनकर उनसे कहा, वैद्य भले चंगों को नहीं परंतु बीमारियों को अवश्य है। യേശു അത് കേട്ടാരെ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. जो बीमार है उन्हीं को वैद्य की जरूरत रहती है। അപ്പോ എത്രമാത്രം രോഗികളുണ്ടോ അവർക്ക് വേണ്ടിയാണ് യേശു വന്നത്. जितने रोगी है उन्हीं के लिए यीशु आया है। അക്ഷരാർത്ഥത്തിലുള്ള രോഗമെന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. और साक्षात रूप से बीमार हो ये भी हम सोच सकते എന്നാൽ हैं। അതിലപ്പുറമായി പാപത്താൽ രോഗിയായി തീർന്ന മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനാണ് ക്രിസ്തു लेकिन വന്നത്. उससे बढ़कर पापी जो मनुष्य है, जो रोगी की अवस्था में पड़ा है, उसको एक परिवर्तन लाने यीशु आए हैं। നമുക്കൊരു രോഗമുണ്ടായാൽ ഏറ്റവും മിടുക്കനായ ഡോക്ടറെയാണ് കാണാൻ हम പോകുന്നത്. अगर बीमार हो जाए तो सबसे बेस्ट डॉक्टर के पास ही हम जाते हैं। പറ്റുമെങ്കിൽ നമ്മൾ ഗോൾഡ് മെഡലിസ്റ്റിനെ തന്നെ പോയി കാണും. हो सकेगा तो हम गोल्ड मेडलिस्ट को ही मिलने जाएंगे। അപ്പൊ ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ വെറുതെ കിട്ടുന്നതാണെന്ന് പറഞ്ഞു. और इन दिनों में मुझसे किसी ने ये बोला तो मैंने कहा ये तो व्यर्थ में ही उन्हें मिला जाता है। അപ്പോൾ അത് വേറൊരാൾ പറഞ്ഞു അത് ചുമ്മാതെ എന്തിന്റെയോ പുറത്ത് ഇങ്ങനെ കളർ പൂശി വെച്ചിട്ടേ और ഉള്ളെന്ന് किसी പറഞ്ഞു. ने तो उसपे कहा कि ये तो मेडल के ऊपर यूं ही लेप लगा देते हैं। അപ്പോൾ ഈ മെഡലുകൾ ഒന്നും മേടിച്ച മനുഷ്യനെ കൊണ്ട് നമ്മളെ വേണ്ടതുപോലെ സൗഖ്യപ്പെടുത്താൻ കഴിയില്ല. और ये जो पुरस्कार मेडल मिलने वाले लोग जो हैं वो हमें जैसे इलाज करना चाहिए शायद कर नहीं दे सकते। മനുഷ്യന്റെ അടുക്കൽ അറിവുകൾ ധാരാളമുണ്ട്. मनुष्य के पास कई सारे ऐसे चतुर बातें होती हैं। വളരെ പ്രാക്ടീസ് ഉണ്ട് മനുഷ്യർക്ക്. बहुत तजुर्बा भी होता है उनको। മരുന്ന് ചെയ്യുവാനുള്ള കഴിവുകൾ ധാരാളമുണ്ട്. इलाज करने के तरीके कई सारे होते हैं। ഇവിടെ ഉണ്ടാക്കുന്ന മരുന്നും ഇറക്കുമതി ചെയ്ത മരുന്നും ചികിത്സയിലുണ്ട്. यहाँ पे बनाए हुआ दवा और इस सामान चिकित्सा में उपयोग भी होता है। എന്നാൽ ഒരു മനുഷ്യൻ രോഗത്താൽ ജീവൻ വിടാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ നിസ്സഹായനായി നോക്കി लेकिन एक നിൽക്കുകയുള്ളൂ. मनुष्य अपने प्राण त्यागने तैयार हो जाता है तो ये डॉक्टर भी वहां असहाय हो जाता है। പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, एक ही बात वो फिर कहता है, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു. जितना मुझसे बन सकता तो मैंने सारे कार्य कर दिए। ഇനി നിങ്ങൾ ദൈവത്തോട് अब പ്രാർത്ഥിച്ചു. तुम परमेश्वर से प्रार्थना कर लो। അപ്പോൾ നമ്മെ രക്ഷിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നതിനും മനുഷ്യർക്ക് പരിമിതിയുണ്ട്. इसका मतलब ये है कि हमें उद्धार देने, हमें बचाने के लिए അതിനൊരു मनुष्य का एक പ്രധാന सीमा കാരണം है। അതിനൊരു പ്രധാന കാരണം उसका एक प्रधान कारण അവരും നമ്മെ പോലെ സമശിക്ഷാവിധിയിൽ वो भी അകപ്പെട്ടവരാണ്. हमारे समान ही दंड के योग्य बने हुए हैं। ചികിത്സിക്കുന്ന ഡോക്ടർമാരും രോഗം വന്നിട്ടായിരിക്കും മരിച്ചു പോകുന്നത്. चिकित्सक करने वाले डॉक्टर भी बीमारी की वजह से ही मर जाते हैं। മനുഷ്യന്റെ ജീവൻ പോകാൻ നേരം ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ പലയിടത്തുനിന്നായിട്ട് വരും. मनुष्य का जब जीवन प्राण जाना होता है तो कहीं ना कहीं से बीमारी आ ही जाता है। അപ്പോൾ ഈ ഭൂമിയിൽ നമ്മെ പെർമനന്റ് ആയിട്ട് രക്ഷിപ്പാനും സൗഖ്യമാക്കുവാനും ഇവിടുത്തെ ഒരു
മനുഷ്യരെ കൊണ്ട് और കഴിയില്ല. इसलिए संसार में यहाँ का कोई भी मनुष्य हमें स्थिरता में चंगाई नहीं दे सकता. എന്നാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ അത് ചെയ്യുവാൻ लेकिन കഴിയുകയുള്ളൂ. हमारे सोच से बढ़कर जो कार्य करे प्रभु यीशु मसीह के द्वारा ही ये हो सकता ഒരു है. സിക്ക് പേഴ്സണ് ഡോക്ടറിന്റെ നീഡുണ്ട്. एक बीमार को एक वैद्य की जरूरत रहती है. അതുപോലെ അധർമ്മികളായി ഭൂമിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യർക്കും വിടുവിക്കുവാൻ ഒരുവന്റെ और ആവശ്യമുണ്ട്. इसलिए अधर्मी रूपी ये मनुष्य संसार में जीता है, उसके छुटकारा के लिए भी कोई चाहिए. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇപ്രകാരം വിളിച്ചു और इसलिए പറഞ്ഞത്, तो यीशु मसीह ने इस समान पुकार के कहा, ഞാൻ സൗഖ്യമുള്ളവരെ തേടിയല്ല വന്നത്, मैं चंगे लोगों को ढूंढ कर नहीं आया हूँ, ഞാൻ രോഗികളെ പേടിയാണ് വന്നത്. मैं बीमारों की खोज में आया हूँ. അതെ, നമ്മെ എല്ലാം കർത്താവ് തേടി വന്നത് കൊണ്ടാ ഇന്ന് പകൽ നമ്മൾ ഇവിടെ और इसलिए ഇരിക്കുന്നത്. क्योंकि प्रभु हम सबको खोजता हुआ, इसलिए तो हम यहाँ आज बैठे നമ്മുടെ हैं. ജീവിതത്തിന്റെ ഏതു പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ അവനെ കൊണ്ട് കഴിയും. जिंदगी के कोई भी समस्याओं का हल उसी से आ सकता है. രണ്ടാമത്തെ കാര്യം, दूसरा बात, കുറ്റം ആരോപിക്കപ്പെട്ട മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു വക്കീലിന്റെ ആവശ്യം. आरोप जिसके ऊपर लगाया गया उसको बचना है तो एक वकील की जरूरत रहती है. ദൈവിക കോടതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ ഒരു വക്കീലിന്റെ ആവശ്യം. परमेश्वर के न्यायालय से छुटकारा देने के लिए एक वकील की जरूरत है. അതിന്റെ കുറ്റാരോപണമാണ് നമ്മൾ 3-ാം അധ്യായം റോമാലേഖനം 10 തൊട്ട് 18 വരെയൊക്കെ നമ്മൾ വായിക്കുന്നത്. रोमी 3 के 10 से 18 में उसी के आरोपों को पढ़ते भी हैं. 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 19वां कलम 3:19. पढ़े, 3 का 19. എല്ലാ ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുമായും അടഞ്ഞ സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതെ, जानते हैं कि व्यवस्था जो कुछ कहती है उन्हीं से कहती है जो व्यवस्था के अधीन है, इसीलिए कि हर एक मुंह बंद किया जाए और सारा संसार परमेश्वर के दंड के योग्य ठहरे. മുഴുവൻ ലോകവും ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് യോഗ്യമായിരിക്കുന്നു. सारा संसार परमेश्वर के दंड के योग्य ठहराया गया है. അതിന് വിപരീതമായി പറയുവാൻ ഒരു വായ്ക്കും തുറക്കാൻ കഴിയില്ലെന്നാണ് और इसके പറഞ്ഞിരിക്കുന്നത്. विपरीत कहने कोई भी मुख खोल ही नहीं पाएगा. ഏതു വായും അടഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ कोई भी വായിക്കുന്നത്. मुंह हो, वो इसके सामने मौन ही बैठा रहेगा. എന്തിനാണ് അടച്ചു വെച്ചിരിക്കുന്നത്? क्यों उन्हें मौन किया गया है? ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ताकि वो परमेश्वर के सामने दंड के काबिल बन पाए. ദൈവിക കോടതിയിൽ ശിക്ഷായോഗ്യത ഏറ്റുവാങ്ങി നിൽക്കുന്ന മനുഷ്യന് ഒരു വിടുവിക്കുവാൻ ഒരുവന്റെ ആവശ്യം. परमेश्वर के न्यायालय में जो मनुष्य दंड के काबिल खड़ा है, उसको बचाने के लिए एक व्यक्ति भी चाहिए. അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നത്. इसलिए तो यीशु मसीह जो हमारा मध्यस्थ है इस संसार में आया. അവന്റെ നാമം ഏറ്റുപറയുന്ന ഏവനും ഈ കോടതിയിൽ നിന്ന് രക്ഷയുണ്ട്. उसके नाम को जो कोई कबूलता है, ये न्यायालय से उसको बचाव है. മനുഷ്യൻ സ്വഭാവത്താൽ പാപികളായവരാണ്. मनुष्य तो स्वभाव से पापी ही है. പാപിയായ മനുഷ്യർക്ക് നീതിമാനായ ദൈവത്തിന്റെ മുൻപിൽ നിൽപ്പാനേ കഴിയില്ല. पापी जो मनुष्य है धर्मी परमेश्वर के सम्मुख खड़ा ही नहीं रह सकता. ഈ ലോകത്തിലുള്ള സകല മതങ്ങളും അത് इस പഠിപ്പിക്കുന്നുണ്ട്. संसार के सारे धर्म यही तो सिखाते हैं. ഏതെങ്കിലുമൊക്കെ വിശ്വാസമുള്ള എല്ലാവരും ഈ കാര്യം പറയുന്നു, कोई तो എല്ലാവരും പാപികൾ. विश्वास करने वाला यही कहेगा कि मैं पापी हूँ. ദൈവ മുൻപിൽ നിൽപ്പാൻ കഴിയില്ലെന്നും പറയുന്നു. परमेश्वर के सामने मैं खड़ा भी नहीं रह पाऊंगा. എന്നാൽ എങ്ങനെ നിൽപ്പാൻ കഴിയുമെന്ന് അവർ പഠിപ്പിക്കുന്നില്ല. लेकिन कैसे वो खड़े रह पाएंगे, ये बात वो सिखाते भी नहीं. അഥവാ ഇനി എന്തെങ്കിലും പഠിപ്പിച്ചാൽ മനുഷ്യന് പൂർണ്ണമായി ശുദ്ധീകരണമൊട്ട് വരുന്നതുമില്ല. या कुछ पढ़ा ले तो भी मनुष्य को पूर्ण रूप से शुद्धिकरण आता ही नहीं. മനുഷ്യന്റെ യാതൊരു പ്രവൃത്തികൾ കൊണ്ടും നീതിമാനായി തീരുവാൻ मनुष्य കഴിയുന്നതല്ല. के किसी भी कार्य से वो धर्मी नहीं बन सकता. ഏതു പ്രവൃത്തി ചെയ്താലും പാപത്തിന്റെ സ്വഭാവം നമ്മുടെ അകത്ത് നിന്ന് कोई भी പോകുന്നില്ല. काम करो, पाप का स्वभाव जो अंदर अंदर है वो बाहर नहीं निकलता. നമ്മുടെ ഈ ശരീരത്തിൽ വിവിധ രോഗങ്ങൾ ഉണ്ടാകാം. हमारे शरीर में विविध बीमारियां होंगी. അതിന്റെ പരിഹാരത്തിന് വേണ്ടി ഇവിടെ ചികിത്സകളുണ്ട്. उसके हल के लिए यहाँ चिकित्सक भी होते हैं. ഹാർട്ടിന്റെ വാൽവ് തകരാറിലായാൽ അത് മാറ്റിവെക്കാം. हार्ट का वाल्व नहीं है तो वो भी बदल के रख सकते हैं. ഹാർട്ട് ഫുള്ളി ഫെയിൽ ആയി പോയാൽ പുതിയ ഒരെണ്ണം കൊണ്ടുവന്ന് പിടിപ്പിക്കാം. हार्ट फुल फेलियर हो जाए तो उसको हटाकर नए दिल को भी लगा सकते हैं. കണ്ണിന്റെ കാഴ്ച പോയാൽ പുതിയ
കണ്ണ് ഫിറ്റ് ചെയ്യാം. आंख की रोशनी चले जाए तो नई आंख लगा सकते हैं. അങ്ങനെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. और ऐसे मनुष्य के शरीर के अवयवों को हम बदल कर रख सकते हैं. പക്ഷേ അവയവങ്ങൾ മാറ്റിവെച്ചിട്ടും മനുഷ്യന്റെ സ്വഭാവത്തിൽ ഇന്നേ വരെ लेकिन വ്യത്യാസമുണ്ടാകുന്നില്ല. अवयवों को बदल दो तो भी मनुष्य का स्वभाव में कोई परिवर्तन नहीं आता. ഒരു പക്ഷേ രോഗത്തിന് എന്തെങ്കിലും കുറവുണ്ടായേക്കാം. हो सकता है बीमारी में कुछ खामियां होंगी, പക്ഷേ മനുഷ്യന്റെ പാപ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകുന്നില്ല. लेकिन मनुष्य के पाप के स्वभाव में कोई बदलाहट नहीं आती. നമ്മുടെയും പാപ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകുന്നില്ല. हमारे भी पाप के स्वभाव में कोई परिवर्तन नहीं. എത്ര മരുന്ന് കഴിച്ചാലും അത് വിട്ടുമാറുകയില്ല. जितना भी दवाई खा लो ये हमसे छोड़कर नहीं जाएगा. അതിനൊറ്റ മരുന്ന് മാത്രമേയുള്ളൂ. उसका एक ही दवा है. നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിൽ അഭയം ചൊല്ലുക. हमारे पाप के छुटकारे के लिए जो यीशु मसीह संसार में आए उसके शरणगत बन जाए. അളവ് കൂടാതെ പകരുന്ന ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുക. मापे जो उंडेला जाता हो परमेश्वर की करुणा या अनुग्रह के ऊपर आश्रय रखें. അവനായി ജീവിക്കുവാൻ നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. उसके लिए जीने के लिए अपने आप को पूर्ण रीत से समर्पण करें. അവിടുന്ന് വാഗ്ദത്തം ചെയ്ത തന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നമ്മൾ സമർപ്പിക്കുക. उसके वायदे के हिसाब से उसकी आत्मा के नियंत्रण में रहने के लिए अपने आप को सौंप दें. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു മാർഗവുമില്ല. वरन जीवन में और कोई मार्ग ही नहीं. സ്വയം പൂർണ്ണമായി നമുക്കൊരിക്കലും നീതിമാന്മാരാകുവാൻ കഴിയുന്നില്ല. स्वयं अपने आप में हम धर्मी नहीं बन सकते. അതുകൊണ്ട് മനുഷ്യർക്ക് ദൈവത്തിന്റെ രക്ഷ വളരെ ആവശ്യമാണ്. इसलिए मनुष्य को परमेश्वर का उद्धार बहुत ही जरूरत है. ദൈവത്തിന്റെ തീർന്നു പോകാത്ത കൃപ നമ്മുടെ മേൽ നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരിക്കണം. परमेश्वर का कभी ना खत्म होने वाला अनुग्रह हमारे पर दिन प्रतिदिन उंडेला ही जाए. നമ്മൾ ഈ കൃപയുടെ ദാതാവാം ദൈവത്തെയും അന്വേഷിക്കുന്നവരാകണം. हम कृपा और अनुग्रह की खोज करने वाले बन जाएं. അതാണ് റോമർ 3:11 പറയുന്നത്. रोमी 3 के 12 में इसलिए कहते हैं ബുദ്ധിയുള്ളവരാരുമില്ല, कोई भी चतुर नहीं, ദൈവത്തെ അന്വേഷിക്കുന്നവരുമില്ല. परमेश्वर की खोज करने वाले कोई नहीं. ഒരിക്കലും മനുഷ്യൻ സ്വാഭാവികമായി ദൈവത്തെ അന്വേഷിക്കുന്നവനല്ല. कोई भी मनुष्य स्वाभाविक रूप से खोजता नहीं परमेश्वर को. ദൈവം തന്നെ മനുഷ്യരുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. परमेश्वर स्वयं ही मनुष्य के निकट आता है. പാപം ചെയ്യുന്ന മനുഷ്യന്റെ പ്രത്യേകത, पाप करने वाले मनुष्य की विशेषता, അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് वो ചെയ്യുന്നത്. परमेश्वर से दूर होता जाता है. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? लेकिन परमेश्वर क्या करता है? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെ അന്വേഷിച്ച് അവന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. परमेश्वर से जो दूर हो जाते हैं उस मनुष्य की खोज में परमेश्वर उसके निकट आता है. ഏദൻ തോട്ടത്തിൽ അതാണ് സംഭവിച്ചത്. एदन की वाटिका में यही तो हुआ था. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ഓടി ഒളിച്ചു. पाप करने के बाद वो भाग कर छिप गए थे. ദൈവം അവരെ അന്വേഷിച്ചു വരികയാണ്. परमेश्वर उनकी खोज करते हुए आते കാണാതെ हैं. വന്നപ്പോൾ വിളിച്ചു ചോദിക്കുക, ആദമേ നീ എവിടെയാണ്? दिखे नहीं तो पुकारता है आदम तू कहाँ है? അപ്പോൾ ആദം പറഞ്ഞ മറുപടി, तब आदम उत्तर देता ഞങ്ങൾ है നഗ്നരാകിയാൽ हम ഒളിച്ചിരിക്കുകയാണ്. नग्न हैं इसलिए हम छुपे हुए ദൈവം हैं. ചോദിക്കുന്നു, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തുവോ? परमेश्वर पूछता है जो नहीं करना कहा था क्या അവിടുത്തെ तुमने कर दिया? സംഭാഷണങ്ങൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായി वहाँ के വരുന്നുണ്ട്. वार्तालाप को हम बहुत अच्छे से समझते हैं. ദൈവത്തെ അന്വേഷിക്കേണ്ടുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടിയകലുന്ന കാഴ്ചയാണ്. परमेश्वर की खोज करना चाहिए वो मनुष्य परमेश्वर से भाग छिपता है. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇന്നേ വരെ അതാണ് മനുഷ്യ ജീവിതത്തിൽ उत्पत्ति की സംഭവിക്കുന്നത്. किताब से लेके आज तक मनुष्य यही तो करता आ रहा है. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു ദൈവിക ദർശനം ഉണ്ടാകുന്നു. यशायाह नबी के किताब 6 अध्याय में परमेश्वर से एक दर्शन उसे അതിന്റെ मिलता है. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചോദ്യം, उसके अंत के भाग में आते हुए एक प्रश्न है, ആര് എനിക്ക് വേണ്ടി പോകും? कौन मेरे लिए जाएगा? യെശയ്യാവ് പറയുകയാണ്, അടിയനിതാ, അടിയനെ അയക്കേണമേ. यशायाह कहता है स्वामी मैं हूँ मुझे भेज दे. സുവിശേഷത്തിലെല്ലാം യേശു പറയുന്ന ഉപമകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. सुसमाचार के लिए जो कोई दृष्टांत है परमेश्वर कहते हैं उसे ध्यान दे. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന കാര്യമാണ് നമ്മൾ जो खो വായിക്കുന്നത്. गया है उसको खोजने वाली बातों को हम पढ़ते हैं. കാണാതെ പോയ ആടിനെ കുറിച്ച് പറയുന്നുണ്ട്. खोए हुए भेड़ के बारे में कहते हैं. കാണാതെ പോയ നാണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. खोए हुए सिक्के के बारे में कहते हैं. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനെ കുറിച്ച് घर പറയുന്നുണ്ട്. से निकल जाने वाला उड़ाव पुत्र के बारे में कहा है. അപ്പോൾ
പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. प्रिय लोगों, हम ये समझ ले कि परमेश्वर से दूर छुप कर जाने के लिए हमारे अंदर ആ एक कारण കാലത്തൊക്കെ था। വേണമെങ്കിൽ നമുക്ക് നാശവും നഷ്ടവും ഒക്കെ उस സംഭവിക്കാമായിരുന്നു. समय में शायद हम में हानि और नष्ट हो सकता था, എന്നാൽ അവിടെയൊന്നും നശിച്ചു പോകാതെ കർത്താവ് നമ്മളെ പ്രത്യേകം സൂക്ഷിക്കുകയാണ് ചെയ്ത. ഉസ് क्षेत्र में कभी भी हमारा जीवन और आत्मा नष्ट न हो जाए, इसलिए परमेश्वर ने हमारे जीवन में सहायता किया, संभाला, हमें अगुवाई किया. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. यही तो परमेश्वर हमारे लिए करता है। എന്നിട്ടും ഇത് മനസ്സിലാകാത്ത, അനുസരിക്കാത്ത മനുഷ്യരെ പേടി പുറകെ വരികയാണ്. फिर भी इसके मनुष्य के पीछे जो ये समझता नहीं है, उसकी खोज करते हुए परमेश्वर आता है। നമ്മുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു हमारे ऊपर നോക്കിക്കോണം. परमेश्वर का धर्मी बातों को जो उंडेलता है कितना महान है, जरा सोच कर देखें। ദൈവം അനേകരെ വിളിക്കുന്നുണ്ട്. परमेश्वर अनेकों को बुलाता है। ആദമേ, നീ എവിടെയെന്ന് ആദാമിനോട് ചോദിക്കുന്നുണ്ട്. आदम तू कहाँ है, ये आदम से पूछा गया। ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം കയ്യിന്റെ അടുക്കിലേക്ക് വരികയാണ്. हाबेल को जब मार दिया तो परमेश्वर कैन के निकट आता है। നിന്റെ സഹോദരൻ ഹാബേൽ എവിടെയെന്ന് ചോദിക്കുകയാണ്. तेरा भाई आबेल कहाँ है पूछते हैं। അതിന് ന്യായമായ ഒരു ഉത്തരം പറയുകയാണ്. उसका एक न्यायी उत्तर भी वो देता है। എന്റെ സഹോദരന്റെ കാവൽക്കാരനോ ഞാനെന്ന് क्या मेरे ചോദിക്കുകയാണ്. भाई का मैं रखवाला हूँ? അതെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. ये लोग, हाँ, हम हमारे भाइयों के रखवालक ही हैं। എന്നാൽ മനുഷ്യൻ അത് ചെയ്യുവാൻ കഴിയില്ലെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് लेकिन അറിയാം. मनुष्य ये कर नहीं पाएगा, परमेश्वर बेहतरीन रूप से जानता था। അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ജ്യേഷ്ഠ സഹോദരനായി തീർന്നു. इसलिए प्रभु यीशु मसीह हम सबका बड़ा भाई बन गया। മരണത്തിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത വിഷയത്തിൽ നമ്മുടെ മൂത്ത സഹോദരനായി തീർന്നിരിക്കുന്നു. मरण से हमें उद्धार देने वाला हमारा एक बड़ा भाई वो बन गया। പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ നമ്മെ തേടി വന്ന കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. नष्ट हमें खोज कराने वाले परमेश्वर को हम धन्यवाद दे। റോമാലേഖനം 3:12 വാക്യം. रोमी 3 का 12वां कलम। എല്ലാവരും തെറ്റിപ്പോയിരിക്കുന്നു. सभी ने पाप किया है। വായിക്കാം 3:12. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. सब भटक गए हैं, सब के सब निकम्मे बन गए हैं, कोई बुराई करने वाला नहीं, एक भी नहीं। എല്ലാവരും തെറ്റിപ്പോയിരിക്കുന്നു. सभी भटक गए हैं। ആദ്യ തൊട്ടേ തെറ്റിപ്പോയ കഥയാണ് നമ്മൾ കാണുന്നത്. शुरुआत से ही भटके हुए कहानी को ആദ്യത്തെ पढ़ते हैं। അപ്പനും അമ്മയ്ക്കും 2 മക്കളുണ്ടായപ്പോൾ അവിടെയും തെറ്റ് സംഭവിക്കുന്നതാണ് उसके കാണുന്നത്. माता पिता के 2 बच्चे हुए, वहां पे भी भटक जाने वाली बात മനുഷ്യന്റെ देखते हैं। എണ്ണം പെരുകിയതനുസരിച്ച് മനുഷ്യന്റെ തെറ്റായ വഴിയും വർദ്ധിച്ചു വന്നു. मनुष्य की आबादी बढ़ती गई और मनुष्य की गलतियां भी बढ़ती മനുഷ്യർ गई। ദൈവത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടേയിരുന്നു. मनुष्य परमेश्वर के राह से भटकता गया നന്മ ചെയ്യുവാൻ അറിയാത്തവരായി മനുഷ്യർ തീർന്നു. और भलाई ना कर पाए ऐसे मनुष्य बन गए। മനുഷ്യൻ വഴിതെറ്റിയത് കൊണ്ട് യേശു ഒരു കാര്യം പറഞ്ഞു. मनुष्य क्योंकि राह भटक गए, प्रभु ഞാനാണ് യഥാർത്ഥ വഴി എന്ന് പറഞ്ഞു. मैं ही सच्चा मार्ग हूँ। മനുഷ്യൻ സത്യമില്ലാത്തവനായി തീർന്നു. मनुष्य सत्य बिना बन അതുകൊണ്ട് യേശു गया। പറയുകയാണ്, ഞാൻ തന്നെ സത്യം, और तब यीशु कहता मैं ही ഞാൻ सत्य തന്നെ हूँ। വഴിയും സത്യവും ജീവനും എന്ന് യേശു मैं പറയുകയാണ്. ही सत्य मार्ग और जीवन हूँ, यीशु कहता है। മൂത്ത സഹോദരൻ ഇളയ സഹോദരന്റെ ജീവനെ എടുത്തുകൊണ്ടുപോയി. बड़ा भाई छोटे भाई के प्राण को लेकर चला गया। യേശു പറയുകയാണ്, ഞാൻ തന്നെ ജീവൻ എന്ന് പറയുകയാണ്. यीशु कहता मैं ही जीवन हूँ। പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് പോകുന്ന മനുഷ്യന് ജീവന്റെ മാർഗമായി ക്രിസ്തു നിൽക്കുകയാണ്. आपके वेतन मृत्यु की ओर जाने वाले मनुष्य के लिए जीवन रूपी यीशु खड़ा है। റോമാലേഖനം 3:14 വാക്യം. रोमी 3 का 14 13 വാക്യം. 13 വാക്യം. 13 കണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചലിക്കുന്നു. സർപ്പവിച്ച് അവരുടെ അതിരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. उनका गला खुली हुई कब्र है, उन्होंने अपनी जीभों से छल किया है, उनके होठों के शर्तों की विष है और उनका मुंह श्राप और कड़वाहट से भरा है। പ്രൈസ് ദി ലോർഡ്. വഴിതെറ്റിപ്പോകുന്ന മനുഷ്യന്റെ പ്രവൃത്തികളാണ് അവിടെ പറയുന്നത്. भटके हुए मनुष्य के जीवन के कार्यों को यहाँ कहा गया है। തൊണ്ട തുറന്ന ശവക്കുഴി എന്നാണ് उनका പറഞ്ഞിരിക്കുന്നത്. गला खुले तो वो कब्र ही लगता है। മനുഷ്യന്റെ വാക്കുകൾ പലപ്പോഴും ദോഷകരമായി മാറുകയാണ്. मनुष्य के शब्द कई बार हानिकारक बनते हैं। മനുഷ്യന്റെ നാവിയുടെ ഫോഷ്കും നുണയും എല്ലാം പുറത്തേക്ക് വരികയാണ്. मनुष्य के जीभ से छल की बातें ही आती हैं। വാക്കിന്റെ ദോഷം ഏതു മനുഷ്യർക്കാണ് മാറ്റുവാൻ കഴിയുക?
വാക്കുകളുടെ ദോഷം शब्द के जो हानि कौन सा मनुष्य हटा सकता है? എത്ര നമ്മൾ തീരുമാനിച്ചാലും പിന്നെയും പിന്നെയും അത് നാവിൽ നിന്ന് പുറപ്പെടുകയല്ലേ ചെയ്യുന്നത്. कितना भी हम संकल्प कर ले फिर भी होठ या जबान से ये बातें आती रहती हैं. തെറ്റായ വഴിയിൽ നിന്ന് നേരായ വഴിയിലേക്ക് ആർക്കാണ് യാത്ര ചെയ്യുവാൻ गलत കഴിയുക? मार्ग से सीधे मार्ग में कौन यात्रा कर सकता है? നാശത്തിന്റെ വഴിയായ നരക വഴിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുവാൻ ആരെ കൊണ്ട് സ്വയം नाश കഴിയുന്നു? में राह जो नर्क है उसमें से स्वर्ग की ओर के राह में कौन जा सकता है? നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് നമ്മെ രക്ഷിച്ച് തിരികെ സ്വർഗത്തിലേക്ക് നടത്തിയത് ആരാണ്? नर्क की उस भयानक भट्टी में से बचाकर स्वर्ग की ओर हमें किसने चलाया है? യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, यीशु अपने चेले से कहता है, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. तुमने मुझे चुना नहीं, मैंने तुम्हें चुना है. അതെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം हमें ചെയ്യാം. परमेश्वर ने चुना इसलिए हम परमेश्वर की धन्यवाद कर पाए. നമ്മൾ ഈ രക്ഷാമാർഗത്തിൽ വന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രശംസിപ്പാനും പുകഴുവാനും हम ഒന്നുമില്ല. उद्धार के मार्ग में आ गए इसकी हम बढ़ाई नहीं कर सकते. അവൻ നമ്മെ പേടി വന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. क्योंकि वो हमें खोजता हुआ आया इसलिए हम बचे हैं. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ചീഞ്ഞ് നാർന്ന ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? यशायाह नबी के पहले अध्याय में जिस समान कहते हैं सड़कर गले हुए अवस्था में से हम पौलोस कैसे പറയ- बचे हैं? പൗലോസ് പറയുന്നു, എന്നെ ആര് വിടുവിക്കും? पौलुस कहता है कौन मुझे बचाएगा? ആരെന്നെ രക്ഷിക്കുമെന്നാണ് പൗലോസ് कौन मुझे ചോദിക്കുന്നത്. उद्धार देगा? पौलुस कहता है അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, उसका एक ही जवाब യേശു है, എന്നെ രക്ഷിക്കും. यीशु मुझे യേശു बचाएगा. എന്നെ രക്ഷിക്കും. यीशु मुझे बचाएगा. പാപത്തിന്റെ മോചനത്തിനു വേണ്ടി കാൽവരിയിൽ ജീവനെ വെടിഞ്ഞ യേശു എന്നെ രക്ഷിക്കും. पाप से छुटकारा देने वाले कलवरी में जिसने अपने जीवन को दिया वो यीशु मुझे बचाएगा. അല്ലാതെ ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയില്ല. वरन कोई हमें बचा नहीं सकता. ഒരു മനുഷ്യനും വിടുവിപ്പാൻ കഴിയുകയില്ല. एक भी मनुष्य में बचा नहीं सकता. ആരെങ്കിലും അങ്ങനെ ഒരു ബന്ധനത്തിന്റെ അവസ്ഥയിലെന്ന് വിചാരിക്കുന്നുവോ? कोई ऐसे जकड़े हुए बंधन की अवस्था में सोचता अपने आप നിങ്ങളുടെ को, പാസ്റ്റർക്ക് നിങ്ങളെ വിടുവിപ്പാൻ കഴിയില്ല. तुम्हारा पासवान तुम्हें नहीं बचा सकता. വീട്ടിലുള്ളവർക്ക് രക്ഷിപ്പാൻ घर കഴിയില്ല. वाले नहीं बचा सकते. രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, बचा सके तो एक ही है, കർത്താവായ യേശു ക്രിസ്തു മാത്രം. प्रभु यीशु मसीह केवल. അല്ലാതെ ആർക്കും നമ്മെ രക്ഷിപ്പാൻ और കഴിയില്ല. कोई हमें नहीं बचा सकता. 3-ാം അധ്യായം റോമിയോ പത്രം 3:14 വായിൽ ശാപവും കഠിനതയും മനുഷ്യന്റെ रोमी നിറഞ്ഞിരിക്കുകയാണ്. 3:14 में लिखा है कि मुंह में तो श्राप और कड़वाहट से भरा हुआ है. ഈ യാക്കോബ് അതിനെ കുറിച്ച് എന്താണ് 3-ാമത്തെ याकूब അധ്യായത്തിൽ इसके बारे പറയുന്നു? में क्या कहता है 3रे अध्याय में? യുദ്ധ കാഹളം കേൾക്കുമ്പോൾ ഒരു കുതിര ഓടുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. युद्ध की तुरही को जब सुना जाता है तो एक अश्व दौड़ना युद्ध के लिए दौड़ने तैयार रहता है. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ച് യുദ്ധത്തിനായി റെഡിയായി നിൽക്കുക കുതിര. और तुरही का आवाज सुनते ही घोड़ा जो है तैयार रहता है उस युद्ध में भागने के लिए. യുദ്ധകളത്തിൽ രണ്ട് കാലിൽ നിന്ന് നിവർന്ന് നിന്ന് കുതിര എന്ത് ചെയ്യുകയാണ്? പോരാടുകയാണ്. युद्ध के मैदान में दो पैरों को फैलाकर वो युद्ध के लिए तैयारी करता है. പക്ഷേ ആ കുതിരയുടെ മുകളിൽ ഒരു മനുഷ്യൻ ആ കുതിരയെ നിയന്ത്രിക്കുന്നുണ്ട്. लेकिन उस घोड़े के ऊपर एक मनुष्य बैठा है जो उस घोड़े का नियंत्रण करता ആ है. കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണ് എന്നവിടെ ഒരു വാക്ക് और പ്രയോഗിക്കുന്നുണ്ട്. उस घोड़े को नियंत्रण करने वाला लगाम. അതിന്റെ പുറത്തിരുന്ന് പടയാളി അതിനെ നിയന്ത്രിക്കുക യുദ്ധത്തിന് उसके ऊपर വേണ്ടിയിട്ട്. बैठा हुआ व्यक्ति उसे संभाल कर नियंत्रण करता है. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ നമ്മൾ ഒരിക്കലും ആയിത്തീരരുത്. लगाम बिना वाले घोड़े के समान हम कभी ना बन जाएं. അങ്ങനെയെങ്കിൽ റോമാലേഖനത്തിൽ പറയുന്നത് പോലെ ആയി പോകും. ऐसा होगा तो रोमियो के 14वें कलम में लिखे हुए समान बन നമ്മുടെ जाएंगे. തൊണ്ട തുറന്ന ശവക്കുഴിയായി പോകും. हमारा गला खुले तो कब्र समान बने. ദൈവകൃപയാൽ നിറയപ്പെട്ട നമുക്കൊരു പ്രത്യേകതയുണ്ടാകട്ടെ. परमेश्वर की कृपा में भरे हुए हम में एक विशेष बात रहे. എന്തും ഏതും വിളിച്ചു പറയുവാൻ നമ്മുടെ വായ് തുറക്കാൻ പാടില്ല. कुछ भी पुकार कर कहने के लिए हमारे मुख ना खुले. ദൈവത്തിന്റെ കൃപയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. परमेश्वर का अनुग्रह हमारे ऊपर मंडराता ദൈവത്തിന്റെ है. കൃപയാണ് നമ്മുടെ നാവിന്മേൽ കൂടെ പുറത്തേക്ക് വരേണ്ടത്. परमेश्वर की कृपा ही हमारे जीभ से बाहर निकला है. വീണ്ടും യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, और याकूब प्रेरित कहता है വലിയൊരു കപ്പലിനെ കുറിച്ച് പറയുകയാണ്. एक बड़े जहाज के बारे में कहता है. കപ്പൽ നിയന്ത്രിക്കുന്ന അമരക്കാരനെ കുറിച്ച് പറയുന്നു. जहाज को चलाने वाले कप्तान के बारे में कहते हैं. ചെറിയ ചുക്കാൻ കൊണ്ട് കപ്പലിനെ തനിക്ക് ബോധിച്ച ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. एक पतवार जो है एक छोटे से एक एंकर के द्वारा वो अपने जहाज को जिस दिशा में ले जाता है. വലിയ കാടിനെ കത്തിക്കുന്ന ചെറിയ തീപ്പൊരി എന്ന് പറയുന്നു. और बड़े एक जंगल को जला दे ऐसा एक छोटा माचिस का तिनका. വീണ്ടും യാക്കോബ് പറയുകയാണ് ഉറവയൊന്ന്. और फिर याकूब एक झरनी के बारे में कहता ഒരു है. ഉറവയിൽ നിന്ന് 2 തരം വെള്ളം വരുന്നു. एक झरनी से 2 अलग अलग प्रकार
के നമ്മുടെ पानी ഭാഷയിൽ പറഞ്ഞാൽ സ്തോത്രവും സൂത്രവും ഒരേ വായിൽ നിന്ന് പുറപ്പെടരുത്. हमारे जबान से परमेश्वर की स्तुति और गाली दोनों ना निकले. മധുരവെള്ളവും കയ്പുള്ള വെള്ളവും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. मीठा पानी और कड़वा पानी लिखा गया है. തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൾക്ക് കീഴെ അണലിയുടെ വിഷമിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ പറയുകയാണ്. गला खुले तो कब्र और जीभ में छल ही है, ऐसा रोमी के पत्र में लिखा है. ചിലപ്പോഴൊക്കെ നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് തണുപ്പ് പകരുവാൻ കഴിയുന്നുണ്ട്. कभी कभी हम हमारे जबान से लोगों को ठंडक भी पहुंचाते हैं, എന്നാൽ ഇതേ നാവ് കൊണ്ട് നമ്മൾ തീയും കത്തിക്കും. और इसी जबान से हम आग भी जला देते हैं. എവിടെയെങ്കിലും തീ കത്തിയാൽ അതിനെ വീണ്ടും പിരിമുറുക്കി കത്തിച്ചു വിടുകയല്ല. कहीं पे भी जलाए तो क्या उसको जलाकर हम आगे और जलाए नहीं, അതിനെ തണുപ്പിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം എന്ന് लेकिन उसको പറയുന്നത്. ठंडा करे या बुझा दे, वही हमारा दौत्य है. വള്ളി 1 ഫലം 2. एक ही वृक्ष के बेल में से 2 फल, ഒരു വള്ളിയിൽ നിന്ന് 2 ഫലം, ഒരു വൃക്ഷത്തിൽ നിന്ന് 2 ഫലം. एक बेल या एक वृक्ष से 2 फल. അത് യാക്കോബ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. याकूब बड़े स्पष्ट रूप से वो कहते भी हैं, നമ്മളെല്ലാവരും ആ നല്ല മുന്തിരി വള്ളിയോട് ചേർന്നിരിക്കുന്നു हम എങ്കിൽ सब उस अच्छे दाखलता के साथ जुड़े हुए हैं तो ഒറ്റ ഫലമേ പുറപ്പെടുകയുള്ളൂ. एक ही फल बाहर निकलेगा. നാട്ടുമുന്തിരിക്ക് കാട്ടുമുന്തിരിങ്ങ കായ്ക്കാൻ കഴിയില്ല. और जो घर का जो अंगूर है उसमें से जंगली अंगूर नहीं निकल सकता. നാടൻ ഒലിവിൽ നിന്ന് കാടൻ ഒലിവ് പുറത്തു വരികയില്ല. और जो हमारा देशी जो जैतून में से जंगली जैतून नहीं आ सकता. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് और प्रेरित पौलुस कहता है, റോമാലേഖനം 3:15 മുതൽ 17 വരെ പറയുന്നു, रोमी 3:15 से 17 में कहते അവർ हैं, സമാധാനത്തിന്റെ വഴിയറിയാത്തവരാണ്. उनको शांति का या कुशल का मार्ग नहीं അവർ जानते. സമാധാനത്തിന്റെ വഴിയറിയാത്തവരാണ്. वो कुशल के मार्ग को नहीं जानते. മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലവേ ഇല്ല. मनुष्य के जीवन में शांति या कुशल है ही नहीं. അതുകൊണ്ട് യേശു ഒരു കാര്യം പറയുന്നുണ്ട്, इसलिए यीशु एक बात कहता ഞാൻ है, എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് मैं പോകുന്നു. अपनी शांति को तुम्हें देकर जाता हूँ. അത് ലോകം തരുന്നത് പോലെയല്ല. वो संसार देने वाली चैन नहीं. ലോകത്തിന് അത് നിങ്ങളിൽ നിന്ന് എടുപ്പാൻ കഴിയില്ല. संसार के लोग तुमसे ये शांति नहीं छीन सकते. സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. शांति बिना वाले इस संसार में हम जीते हैं. ലോകത്തിന് എടുപ്പാൻ കഴിയാത്ത സമാധാനം കൊണ്ട് നമ്മൾ लोग നിയന്ത്രിക്കപ്പെടട്ടെ. हमसे ना ले, ऐसा एक शांति हमारे ऊपर नियंत्रण करे. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു हम കൊടുക്കാം. अपने आप को परमेश्वर के हाथ में सौंपे. ഒരു രോഗിക്ക് ഒരു ഡോക്ടറിന്റെ ആവശ്യമുണ്ട്. एक रोगी को एक वैद्य की जरूरत होती है. കുറ്റം ആരോപിക്കപ്പെട്ട് കോടതിയിൽ നിൽക്കുന്ന മനുഷ്യന് അവനെ രക്ഷിപ്പാൻ ഒരു വക്കീലിന്റെ ആവശ്യമുണ്ട്. गुनाह का आरोप लगा हुआ एक मनुष्य जो न्यायालय में खड़ा है, कटघरे में खड़ा है, उसको एक वकील की जरूरत ഈ है. 2 കാര്യത്തിന്റെയും പൂർത്തീകരണം യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാനുണ്ട്. ये दोनों बात की पूर्तिकरण यीशु में हम देख सकते हैं. നമ്മുടെ മാനസികമായ പ്രശ്നങ്ങളാകട്ടെ, हमारे मानसिक परेशानियां हो, ശാരീരിക പ്രതിസന്ധികളാകട്ടെ, शारीरिक परेशानियां हो, പാപം സംബന്ധിച്ച പ്രതിസന്ധിയാകട്ടെ, पाप की परेशानियां हो, ഏതിനും പരിഹാരം വരുത്തുവാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുയേശുവിനെ കഴിയും. किसी भी समस्या का हल हमें उद्धार देने वाले यीशु मसीह के पास है. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ക്രിസ്തുയേശുവിൽ വസിക്കുന്നു. परमेश्वर का संपूर्णता मसीह में वास करता है. അവിടുന്നാണ് നമ്മുടെ രക്ഷകൻ. उसी की वही हमारा उद्धार അവനാണ് करता നമ്മളെ है. വിടുവിക്കുന്നവൻ. वही हमें बचाने वाला है. അവിടുന്നാണ് നമ്മളെ वही സൗഖ്യമാക്കുന്നവൻ. हमें चंगाई देता है. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ हमारी അടയ്ക്കാം. आंखों को परमेश्वर के കർത്താവേ, समर्पित करें. വിടുതലില്ലാത്ത മേഖലയിൽ എനിക്ക് വിടുതൽ നൽകണമേ എന്ന് जिस അപേക്ഷിക്കാം. क्षेत्रों में छुटकारा नहीं हुआ, छुटकारा के लिए हम प्रार्थना करें. സൗഖ്യമില്ലാത്ത ഭാഗത്ത് എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് चंगाई പ്രാർത്ഥിക്കാം. जहाँ नहीं हुआ, चंगाई मिलने प्रार्थना करें. ഏതെങ്കിലും പാപ സ്വഭാവത്തിൽ വിടുതലില്ലെങ്കിൽ വിടുതൽ നൽകണമേ എന്ന് किसी അപേക്ഷിക്കാം. पाप के स्वभाव में छुटकारा हम नहीं बच पा रहे तो उसमें से बचने के लिए हम प्रार्थना करें. അപേക്ഷിക്കുന്നവനെ അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല. मांगने वाले को कभी वो छोड़ त्यागता नहीं. നഷ്ടപ്പെട്ടു പോയ നമ്മെ അവിടുന്ന് തേടി വന്നു. नष्ट जो हम थे हमें खोजते हुए आया. ആ വലിയ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് उस സ്തോത്രം महान प्यार के ചെയ്യാം. लिए परमेश्वर ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ.